ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഒരു പുതിയ ഫോൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയ ഫോണാണ്. ഒരു 10-15 ദിവസമായി മാർക്കറ്റിൽ ഇറങ്ങിയിട്ട്. നമ്മുടെ അടുത്തൊക്കെ അവൈലബിൾ ആയിട്ട് 10-15 ദിവസമായിട്ടുള്ളൂ. ഹോണർ എന്ന കമ്പനിയാണ്. ഹോണർ എല്ലാവർക്കും അറിയുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ഹോണർ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ പുതിയൊരു മോഡൽ, ഹോണറിൻ്റെ X6a എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫോണാണ്. നമ്മൾ സൗദി റിയാൽ വെച്ച് നോക്കുകയാണെങ്കിൽ 500 റിയാലിൽ താഴെ. പക്ഷെ നാട്ടിലൊരു 10,000-15,500 റേഞ്ചിൽ വരുന്ന ഒരു നല്ല ഫോൺ. അത്യാവശ്യം ഹോണറിൻ്റെ ക്വാളിറ്റി, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഫോണാണ് ഹോണർ എല്ലാം വരല്. ഡിസ്പ്ലേ ആയിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, ബാറ്ററി ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോണാണ് ഹോണർ പൊതുവെ വരാറുള്ളത്. മറ്റുള്ള കമ്പനികൾ അപേക്ഷിച്ചാണ്ട് ഈ ബഡ്ജറ്റ് ഫോണുകളിൽ നല്ലൊരു ഫോണാണ് ഹോണറിൻ്റെ ഫോൺ. അപ്പോൾ ഇതിൽ വരുന്നത് 50 മെഗാ പിക്സൽ ക്യാമറ കമ്പനി തരുന്നുണ്ട്. 50 മെഗാ പിക്സൽ ക്യാമറ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്തായാലും തുറന്നു നോക്കിയിട്ട് ചെക്ക് ചെയ്യാം. ക്യാമറ എത്രത്തോളം ഉണ്ട്, 50 ഉണ്ടോ അതോ ഈ ഫോണിൻ്റെ റേറ്റ് അനുസരിച്ചിട്ടുള്ള ക്യാമറയാണോ വരുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ 128 GB മെമ്മറിയും 4 GB റാമും വരുന്നുണ്ട്. അത് 128 GB മെമ്മറി, 4 GB റാം, അതായത് അത്യാവശ്യം നോർമൽ റേറ്റിൽ, അതായത് ബഡ്ജറ്റ് ഫോണുകളിൽ വരുന്ന ഒരു നോർമൽ കോൺഫിഗറേഷൻ തന്നെയാണ് അതും വരുന്നത്. 90 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. 5200 mAh ബാറ്ററി കുറച്ച് സാധാരണ പൊതുവെ 5000 ആണ് വരാറുള്ളത് ഒരുവിധം ഫോണുകളൊക്കെ. 5200 ആക്കിയിട്ടുണ്ട്. 3 കളറുകൾ വരുന്നുണ്ട്. മിഡ് നൈറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു കളറ്, അതുപോലെ സ്കൈ സിൽവർ എന്ന് പറഞ്ഞിട്ടൊരു കളറ്, സ്യാൻ ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കളർ. അത് ബ്ലൂ, സിൽവർ, ബ്ലാക്ക് എന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. ബ്ലൂ, ബ്ലാക്ക്, സിൽവർ, അങ്ങനെ 3 കളറുകൾ വരുന്നുണ്ട്. പിന്നെ 90 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും തുറന്ന് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം. പക്ഷെ ഫ്രണ്ട് ക്യാമറ 5 മെഗാ പിക്സലാണ് തന്നിട്ടുള്ളത്. ഒരു 8 അല്ലെങ്കിൽ ഒരു 13 ഉണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരുന്നു എന്നാണ് നമുക്കൊരു ഓപ്ഷൻ. ഇത് നമുക്ക് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് അതിൻ്റെ കളറ്, 3 കളറ് ഞാൻ കാണിച്ചു തരാം, എങ്ങനെ ഉണ്ട് നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതും പാടെ ചെയ്യണം. അപ്പോഴേ മറ്റുള്ളവർക്കും പാടെ കിട്ടുള്ളൂ അല്ലേ ഈ വീഡിയോ. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു ഫോൺ തുറന്ന് നോക്കാന്ന് പറഞ്ഞാൽ പൊട്ടിച്ച തുറന്ന് തുറക്കാട്ടോ. ഞാൻ ഫസ്റ്റ് എടുത്ത കളർ ഏതാ വെച്ചാൽ ബ്ലാക്കാണ്. കണ്ടല്ലോ, ബ്ലാക്ക്, ഇതാണ് അതിൻ്റെ ബ്ലാക്ക്. എന്തായാലും നമുക്ക് ഓണാക്കി നോക്കാം. എന്നിട്ട് എങ്ങനെ ഉണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്താൽ ഫോൺ പെർഫെക്റ്റ് അല്ലേ. പക്ഷെ ലുക്ക് കുഴപ്പമില്ല കേട്ടോ. കാണാനൊരു നല്ല സ്റ്റൈലർ ഡിസൈന്. ബാക്കിൽ 4K, അത് 3 ക്യാമറ ഫ്ലാഷ് അങ്ങനെയാണ് വരുന്നത്. 50 മെഗാ പിക്സൽ ക്യാമറ, 3, അതായത് 4 ഇത് ഡിസൈനാണ് വരുന്നത്. 4 ക്യാമറ പോലെ തോന്നിക്കും, പക്ഷേ 3 ക്യാമറ, ഒരു ഫ്ലാഷാണ്. അത്യാവശ്യം കാണാൻ ലുക്കുണ്ട്. സിമ്മ് വരുന്നത് ഡ്യുവൽ സിമ്മ് വിത്ത് മെമ്മറി സപ്പോർട്ടായിരിക്കും എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. തുറന്നു നോക്കട്ടെ. യെസ്, അങ്ങനെ തന്നെയാണ്. അല്ല, ഡ്യുവൽ സിമ്മ്, മെമ്മറി കാർഡ് സെപ്പറേറ്റ് ഇല്ല. ഒന്നുകിൽ ഒരു സിമ്മ് ഒരു മെമ്മറി, അല്ലെങ്കിൽ 2 സിം കാർഡ്, ഇത്ര ഓപ്ഷനുള്ളൂ. അത് 3 സ്ലോട്ട് ഒരുമിച്ച് വരുന്നില്ല, 2 സ്ലോട്ടേ വരുന്നുള്ളൂ. ഒന്ന് ഈ 2 സിം ഇടാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഒരു സിമ്മ് ഒരു മെമ്മറി, അത്ര ഓപ്ഷനുള്ളൂ. അപ്പോൾ അത് 128 GB ആയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് കരുതാം. നമുക്ക് തൽക്കാലം യൂസ് ചെയ്യാൻ പറ്റുന്നൊരു, എന്തായാലും നമുക്ക് ഫോൺ ഫുള്ളായിട്ടൊന്ന് ഓണാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഓണാക്കണ നേരം വേറെ 2 കാര്യം കൂടെ കാണിച്ചു തരാം. ഇതാണ് സ്യാൻ ലേക്ക് എന്ന് പറഞ്ഞ കളറ്. ബ്ലൂ ആണോ വെച്ചാൽ ബ്ലൂ അല്ല, സ്യാൻ ലേക്ക് എന്ന് പറഞ്ഞിട്ട് കളറാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ കുഴപ്പമില്ലാത്ത കളറാണ്. അടുത്തത് ഇവനാണ് സിൽവർ. 3 കളറും നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. അത്യാവശ്യം നല്ല കാണാനൊരു ലുക്കുള്ള കളറുകളാണ് 3 കേട്ടോ. ബ്ലാക്കും നല്ല അടിപൊളി ബ്ലാക്കാണ്. ഒരു മാറ്റ് ഫിനിഷിങ്ങൊക്കെ വന്നിട്ട് അത്യാവശ്യം നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബ്ലാക്കുമാണ്. എന്തായാലും നമ്മളിത് ഓണാക്കി നോക്കിയിട്ടുണ്ട്. ഇമെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം, സെറ്റ് ചെയ്യാം.
ജസ്റ്റ് ഓണാക്കി നോക്കുക, ഇത്രേ ഉള്ളൂ നമുക്കിപ്പോൾ ചെയ്യണത്. പക്ഷെ ഫാസ്റ്റാണ്, അത്യാവശ്യം ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോണിന്. ഇപ്പം നമ്മൾ ഉപയോഗിച്ചു കൊടുത്തോളം വരുന്നത് അത്യാവശ്യം ഫാസ്റ്റ് ഉണ്ട് ഫോൺ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ 90 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ല, ഫാസ്റ്റ് ഉണ്ട്. ഓണായി, കുഴപ്പമില്ല. 128 GB മെമ്മറി, 4 GB റാം, 50 MP ക്യാമറ എന്ന് പറയുന്ന ഒരു ഇത് വെച്ചിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല സ്പീഡ് കാര്യങ്ങളുണ്ട്. 4 GB റാം, 128 GB മെമ്മറി എല്ലാം വരുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ലാത്തൊരു ഇതാണ്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫോണ് താല്പര്യമുള്ളവർക്ക് അത് ഗിഫ്റ്റ് കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാൻ, നോർമൽ യൂസിങ്ങിനൊക്കെ 4G ആണെങ്കിലും അത്യാവശ്യം നല്ല ഈ റേഞ്ചിൽ, പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഫോണാണ്. അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. നല്ല ക്വാളിറ്റിയിലുള്ള ഫോൺ തന്നെയാണ് ഹോണറിൻ്റെ പൊതുവേ ഉള്ളത്. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ഫോണാണ് ഇത്, ഹോണറിൻ്റെ X6a എന്ന് പറഞ്ഞാൽ ഈ ഫോൺ. നമുക്ക് ഇതിൽ ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ കമ്പനി തരുന്നതെന്ന് ഇവിടെ നോക്കാം. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ സിം ഇജക്റ്റ് ടൂൾ ഉണ്ട്, കവർ വരുന്നുണ്ട്. കവർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആണ്, ഫ്ലെക്സിബിൾ ടൈപ്പാണ്, ഹാർഡ് ടൈപ്പ് അല്ല, നോർമൽ ടൈപ്പ് കവറാണ്. ചാർജർ വരുന്നുണ്ട്. ചാർജർ പറയാൻ പറഞ്ഞു, 22.5 വാട്ട് ചാർജ്, ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. ചാർജർ വരുന്നുണ്ട്, കുഴപ്പമില്ല. USB Type-C കേബിളാണ് വരുന്നത്. USB Type-C കേബിളാണ് വരുന്നത്. കൂടാതെ ഇപ്പോൾ ഒരുവിധം കമ്പനികളൊന്നും ഇല്ലാത്തൊരു സംഗതി ഇതിൻ്റെ കൂടെ ഹോണറിൽ വരുന്നുണ്ട്, ഹെഡ്ഫോൺ. സാംസങ് ആയിക്കോട്ടെ, ഹവായി, ഏത് കമ്പനി ആയിക്കോട്ടെ, ഇതിൽ ഹെഡ്ഫോൺ വരുന്നില്ല, പക്ഷെ ഇതിൽ ഹെഡ്ഫോൺ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം ഉണ്ട്. അത് ഈ റേഞ്ചിൽ നമുക്ക് എല്ലാം ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിലൊന്നും ചെയ്യേണ്ട, നേരെ കൊടുത്താൽ മതി ഫോൺ എടുത്തിട്ട്. സ്റ്റിക്കർ ഓൾറെഡി ചെയ്തിട്ടാണ് വരുന്നത്, കമ്പനി വക സ്റ്റിക്കറും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇത് സജസ്റ്റ് ചെയ്യുമ്പോൾ വാങ്ങിക്കാൻ പറഞ്ഞോളി, നല്ല ഫോണാണ്. എൻ്റെ ക്യാമറൻ്റെതും ക്ലാരിറ്റിയൊക്കെ ഞാൻ ഇതിൻ്റെ ബാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക.